ഇപ്പോൾ ജനകീയ തെരച്ചിൽ നടക്കുന്ന വയനാട്ടിലെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അടുത്തതായി നിലവിൽ അവിടെ യെല്ലോ അലർട്ടാണ്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട്. അല്ലമീൻ നമുക്ക് നൽകും കൂടുതൽ വിവരങ്ങൾ. അല്ലമീൻ, ജനകീയ തെരച്ചിൽ അവസാനിപ്പിച്ചോ? മഴ കനക്കുകയാണോ മുണ്ടക്കൈയിലും ചൂരൽമലയിലുമൊക്കെ? സുജയ, ഇന്ന് നടന്നു വന്നിരുന്ന ജനകീയ പരിശോധന തെരച്ചിൽ അവസാനിച്ചു. അതിനു പിന്നാലെ തന്നെ ഈ മേഖലയിൽ, ദുരന്തബാധിത മേഖലയിൽ അടക്കം മഴ കനക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ഒരു മണിക്കൂറിലേറെയായി വലിയ മഴയാണ് പ്രദേശത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടിമിന്നലോടുകൂടിയ മഴയാണ് ഈ പ്രദേശത്തുള്ളത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. രക്ഷാപ്രവർത്തനത്തിന് വന്ന ആളുകളിൽ പലരും ഇപ്പോഴും വഴിവക്കിലും മറ്റുമൊക്കെ കയറി നിൽക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാനാകും, മടങ്ങി പോകാനാകാതെ. ഇന്ന് ജനകീയ തെരച്ചിലിന്റെ ഭാഗമായി 2000-ലേറെ ആളുകളാണ് ഇവിടേക്ക് വന്ന് മടങ്ങിയത്. അവരെല്ലാവരും ഇപ്പോൾ പെരുവഴിയിൽ എന്ന പോലെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല, മഴ കനക്കുമ്പോൾ പലർക്കും ആശങ്കയുണ്ട് എന്നുള്ളതാണ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇതുപോലൊരു മഴയത്താണ് ഈ നാടൊന്നാകെ ഇത്തരത്തിൽ ഉരുളെടുത്ത് കൊണ്ടുപോയത് എന്നുള്ളതും ഏറെ പ്രധാനമാണ്. കഴിഞ്ഞ ഒരു മണിക്കൂറിലേറെ നേരം ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ മുന്നറിയിപ്പ് ഇന്നും നാളെയും നൽകിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു മണിക്കൂറിലേറെയായി മുണ്ടക്കൈ, പുഞ്ചിരിമറ്റം, ചൂരൽമല പ്രദേശങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴ തന്നെയാണ് ഉള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ പ്രദേശവാസികളായുള്ള ജില്ലയിലെ ചില ആളുകൾ കൂടിയുണ്ട്. ചേട്ടാ, ജില്ലയിൽ നല്ല മഴ കനത്ത് പെയ്യുന്നുണ്ട്, എന്തായിരിക്കും അവസ്ഥ? നമ്മൾ പെട്ടെന്ന് നമ്മൾ സംയുക്ത തെരച്ചിലിന് വന്നതായിരുന്നു. പെട്ടെന്ന് നല്ല വെയിലായിരുന്നു. പെട്ടെന്ന് അങ്ങ് മഴ കനത്ത് നല്ല ഇടിയും മിന്നലൊക്കെ വന്നു. പെട്ടെന്ന് മഴ ഭയങ്കര ശക്തമായി. ഒരു മണിക്കൂറായി മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇതുപോലെ മഴ പെയ്തിട്ടാണ് വല്ലാത്തൊരു അപകടത്തിലേക്ക് പോയത്. പേടിയുണ്ട് മൊത്തത്തിൽ. ഈ നാട്ടുകാരെ എല്ലാവർക്കും ഒരു ഭയം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അവര് ബുദ്ധിമുട്ടിലാണ് മഴ കനക്കുമ്പോൾ. ഓക്കെ, അല്ലമീൻ, ഞാൻ ഒരു വിവരത്തിലേക്ക് കൂടി പോവുകയാണ്. ഇപ്പോൾ അവിടെ നിന്ന് കണ്ടെടുത്ത മൃതദേഹ ഭാഗങ്ങളൊക്കെ ചുമന്നു കൊണ്ടുവരികയാണ് ആളുകൾ. ഈ ജനകീയ സമിതിയാണല്ലോ ഇന്ന് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയത്. ജാഫർ നമുക്കൊപ്പമുണ്ട്. ജാഫർ, ഇപ്പോൾ ഏത് ഭാഗത്താണ്? പലയിടങ്ങളിലും മഴ കനക്കുന്നു എന്നാണ് പറയുന്നത്. മഴയത്താണോ നിങ്ങളൊക്കെ ഇപ്പോൾ നിൽക്കുന്നത്? ഒരുപാട് പോവല്ലേ, ഓടിയ പ്രശ്നം വരും. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട് ജാഫർ, പറഞ്ഞോളൂ. നല്ല ശക്തമായ മഴയാണ്. ചുമന്നുകൊണ്ടാണ് ഇപ്പൊ വരുന്നത്. ഹെലികോപ്റ്റർ ഇറങ്ങാൻ രാവിലെ 12 മണി മുതൽ നമ്മൾ വിളിക്കുന്നതാണ്. കൺട്രോൾ റൂമിൽ വിളിച്ചപ്പോൾ അവരെന്താ പറഞ്ഞത് ജാഫർ? അവരിതാ ഇപ്പൊ പുറപ്പെടും, ഞങ്ങൾ എല്ലാം റെഡി ആയിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ 12 മണിക്കൂർ തുടങ്ങിയ വിളി ഉച്ചയ്ക്ക് 3:30 മണി വരെ വിളിച്ചിട്ട് ഇതുവരെ എത്തിയില്ല. നിങ്ങളിപ്പോൾ പരപ്പൻകാറയിൽ നിന്ന് ഈ മൃതദേഹ ഭാഗങ്ങൾ കിട്ടിയിടത്തു നിന്ന് മുകളിലേക്ക് കയറിയോ? എവിടെ വരെ എത്തി? ചുമന്നുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പകുതിന്റെ മേലെ ആളുകൾ കയറിക്കൊണ്ടിട്ടുണ്ട്. അവിടെയും മഴ പെയ്യുന്നുണ്ടല്ലേ നല്ലതുപോലെ? നല്ല മഴയാണ്. നമ്മളൊന്ന് ജില്ലാ കളക്ടറെ ബന്ധപ്പെടാം. എന്താണ് ഇങ്ങനെ മറുപടി എന്ന് അറിയില്ല. കൺട്രോൾ റൂമിൽ അറിയിച്ചാൽ മതിയെന്നാണ് ഈ തെരച്ചിൽ നടത്തുന്ന ആളുകളോടൊക്കെ പറഞ്ഞത്. നേരത്തെ കിട്ടിയ നമ്മൾ കൺട്രോൾ റൂമിൽ കറക്റ്റ് നമ്മൾ തന്നെ നേരിട്ട് വിളിക്കേണ്ട അവരെ 12 മണി മുതൽ. ഓക്കെ ജാഫർ, അതായത് നിങ്ങളിപ്പോൾ 20 പേരല്ലേ താഴേക്ക് പോയത് ഈ പരപ്പൻപാറ ഭാഗത്തേക്ക്? 20 പിന്നെ എസ്ഡിപിയുടെ 20 ആളുകള്, ഗ്ലബിന്റെ 10 ആളുകള്, എസ്ഡിപിയുടെ 10 ആളുകള്, ക്ലബിന്റെ 10 ആളുകള്, പിന്നെ നാട്ടുകാരായ 4 ആളുകളും ഒരു പിന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ് പോയിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഒന്നിച്ചുണ്ടല്ലോ അല്ലേ? അല്ലല്ല, കുറച്ച് ആളുകൾ നേരത്തെ കയറി വന്നു, ബാക്കിയുള്ള ആളുകൾ കയറി വന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ മഴയിൽ ഈ കിട്ടിയ ശരീരഭാഗങ്ങൾ കൊണ്ടുവരുന്നത് ബുദ്ധിമുട്ടല്ലേ? നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഉണ്ടായിരുന്നോ? അല്ല, എല്ലാ കവറും എല്ലാ സെറ്റപ്പോട് കൂടി തന്നെയാണ് നമ്മൾ പോയിട്ടുള്ളത്. CP കവർ അടക്കമുള്ള ഇതിൽ പിന്നെ പൊതിഞ്ഞ് ക്ലിയർ ആക്കി തന്നെയാണ് നമ്മൾ വരുന്നതൊക്കെ ആളുകൾ. നിങ്ങൾ ഈ നടന്നു വരികയാണ് എന്നുള്ളത് കൺട്രോൾ റൂമിലോ ജില്ലാ ഭരണകൂടത്തിൽ MLA ആരെങ്കിലും അറിയിച്ചോ? അല്ല, നമ്മൾ നേരത്തെ ഒരുപാട് ലൈവ് ഒക്കെ വിളിച്ചിരുന്നു. അതിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോഴെന്താ അവർ പറഞ്ഞ മറുപടി? അതന്നെ, പെട്ടെന്ന് തീരുമാനങ്ങൾ ഉണ്ടാകും എന്നാ പറഞ്ഞിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. ഇപ്പോൾ പെട്ടെന്നെന്ന് പറയാൻ കഴിയില്ലല്ലോ ജാഫർ. 4 മണി കഴിഞ്ഞ് 22 മിനിറ്റായി. 12 മണിയോട് കൂടി കിട്ടിയതല്ലേ? അതെ, 12 മണിയോട് കിട്ടിയതാണ്. അതാ ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇത് സത്യത്തില് ഭയങ്കര വിഷമമുള്ള സംഗതിയായത്? എന്താ വെച്ചാൽ അവിടെയുള്ള നാട്ടുകാരായ ആളുകൾക്ക് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശ്വസിച്ചിരുന്ന ആളുകളെ മുമ്പിലേക്കാണ് ഇത്തരത്തിലുള്ള ഈ ഒരു പിന്നെ വൈകിപ്പിക്കല്. നമ്മളൊന്ന് കളക്ടറെ ഒന്ന് വിളിച്ചു നോക്കുന്നുണ്ട്. PCR, നമുക്ക് ജാഫർ ഇപ്പോൾ പറഞ്ഞ ഈ പ്രശ്നം അത് കൺട്രോൾ റൂമിൽ അറിയിച്ചു എന്നാണ് പറയുന്നത്. നമുക്കത് ജില്ലാ കളക്ടർ DR മേഘശ്രീയെ അറിയിക്കാം. കൺട്രോൾ റൂമിൽ അറിയിച്ചാൽ മതി എന്നാണ് അവർ നിർദ്ദേശിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ കൺട്രോൾ റൂമിൽ ശ്രമിക്കാൻ പറഞ്ഞത്. കൺട്രോൾ റൂമിൽ പക്ഷേ എത്തുന്നു എന്ന് പറയുന്നു. പക്ഷേ അവർ വന്നിട്ടില്ല അങ്ങോട്ട്.
രാത്രി 9 മണിക്ക് നമ്മളെ എല്ലാ പിന്നെ കാര്യങ്ങളും ക്ലിയർ ആക്കിയിട്ടാണ് എല്ലാ ഉദ്യോഗസ്ഥന്മാരോടും അനുവാദം വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. ഇന്നലെ രാത്രി 9 മണിയോടുകൂടി എല്ലാം പേപ്പേഴ്സുകളും എല്ലാ അനുവാദം കിട്ടിയതാണ് നമുക്ക്. എന്നിട്ടാണ് ഈ രൂപത്തിലായത്. ഇന്ന് രാവിലെയും ഈ മേഖലയിൽ നിങ്ങൾ തിരയാൻ പോവുകയാണ് എന്നതൊക്കെ രേഖപ്പെടുത്തിയല്ലേ? ഇന്ന് 9 മണി വരെ ആയിരുന്നു രജിസ്ട്രേഷൻ. എല്ലാം രേഖപ്പെടുത്തി ഞങ്ങൾ കൂടെ ഫോറസ്റ്റ് ഓഫീസറും കൂടെ അടക്കമുള്ള ആളുകളടക്കാണ് ഈ ടീം ഇറങ്ങിയിട്ടുള്ളത്. ഫോറസ്റ്റ് ഓഫീസർ വിളിച്ചിട്ടും കൺട്രോൾ റൂമിൽ നിന്ന് ഇതേ പ്രതികരണമാണോ? അതെ, ഫോറസ്റ്റ് ഓഫീസർ എന്നല്ല എല്ലാവരും ഞങ്ങളെ വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകൾ വിളിച്ചിട്ടുണ്ട്. എന്നിട്ടും ഈ മൃതദേഹം കൊണ്ടുപോകുന്നതിനുള്ള സംവിധാനം ഒരുങ്ങിയിട്ടില്ല. നമുക്കത് കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ജാഫർ, നിങ്ങൾ സുരക്ഷിതരായി തന്നെ വരൂ. ഇപ്പോൾ മന്ത്രിസഭാ ഉപസമിതി യോഗം നടക്കുകയാണെന്നുള്ളതാണ് നമുക്ക് വയനാട് കളക്ടറേറ്റിലേക്ക് വിളിക്കുമ്പോൾ കിട്ടുന്ന മറുപടി. നമ്മൾ ഇക്കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താം. നമ്മുടെ ഒരു പ്രതിനിധിയെ തന്നെ അങ്ങോട്ട് വിടാം. VS രഞ്ജിത്തിനോട് ഇക്കാര്യം പറയാം. രഞ്ജിത്ത് നേരിട്ട് പോയി ഇക്കാര്യം പറയും. ഓക്കെ, താങ്ക് യു ജാഫർ.